തിരുവനന്തപുരം പനച്ചമൂട് പ്രിയംവദ കൊലപാതകത്തിൽ പ്രതിയുടെ ഭാര്യ മാതാവിന് നേരെ വധഭീഷണി എന്ന് പരാതി. കൊലപാതക വിവരം പുറത്തറിയിച്ച സരസ്വതി അമ്മയ്ക്ക് നേരെയാണ് ഭീഷണി. പ്രിയംവദയുടെ മരുമകൻ കണ്ണൻ എന്ന ജിതിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. സലീം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സലീം, ശരിയാണ്, ഇത് ഈ സംശയം ആദ്യം പറഞ്ഞതും ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതും പ്രതിയുടെ ഭാര്യ മാതാവിൽ നിന്നാണ്. അതുകൊണ്ടാണോ ഈ വധഭീഷണി? ഇപ്പോൾ ഈ പ്രിയംവദയുടെ മരുമകൻ ആണ് ഈ കണ്ണൻ എന്ന ജിതിനെതിരെയാണ് ഈ പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്, വധഭീഷണി നടത്തുന്നു എന്നത്. എന്താണ് ഇതിലെ വാസ്തവം? വിവരങ്ങൾ എന്താണ്? ഗോപി, കൊലപാതക വിവരം പുറത്തറിയിച്ചതിനല്ല വധഭീഷണി, മറിച്ച് ഈ പ്രിയംവദയെ തൻ്റെ ഭാര്യാമാതാവിനെ കൊലപ്പെടുത്തിയതിലെ അവരുടെ ബന്ധുക്കളോടുള്ള പകയാണ് ഈ വധഭീഷണിക്കും ഒപ്പം തന്നെ അക്രമത്തിനും പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇവർ തമ്മിൽ, അതായത് ഈ പ്രിയംവദയും ഈ കൊലപാതക വിവരം പുറത്തറിയിച്ച പ്രതി വിനോദിൻ്റെ ഭാര്യാമാതാവായ സരസ്വതിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അത് ഈ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ടും വീട്ടുമുറ്റത്ത് നിന്നുള്ള അയണിപ്ലാവിൽ നിന്നുള്ള ചക്ക ഈ വീട്ടുമുറ്റത്തേക്ക് വീഴുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് ഇവർ ഈ പ്രിയംവദയുടെ മരുമകനായ കണ്ണൻ എന്ന് വിളിക്കുന്ന ജിതിൻ പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അക്രമം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൽ സരസ്വതി നൽകിയിരിക്കുന്ന പരാതി. ഇതിൻ പ്രകാരം ഈ പരാതി പ്രകാരം പറയുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സരസ്വതിയുടെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം അവിടുത്തെ മതിൽ എന്ന് പറഞ്ഞാൽ അത് സിമന്റ് വെച്ച് നിർമ്മിച്ച മതിലല്ല, അതല്ലാതെ ഓലയൊക്കെ വെച്ച് കമ്പൊക്കെ കെട്ടിയ മതിലാണ്. ആ മതിൽ തകർത്തു. അതിനുശേഷം വീട്ടിൽ വന്ന് അസഭ്യം പറയുകയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് സരസ്വതിയുടെ പരാതി. അതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടും ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഈ സ്വർണം എവിടെ എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് ആ സ്വർണത്തെ ഈ പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ മാലയും മറ്റ് ആഭരണങ്ങളും കാണാനില്ല എന്നുള്ളത് മക്കളുടെ പരാതിയായിരുന്നു. അതിൽ ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഈ പ്രതി വിനോദ് തന്നെ നേരത്തെ പണയപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. അത് സംബന്ധിച്ച അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്നോ നാളെയോ കസ്റ്റഡിയിൽ ലഭിക്കും. ജി കെ സലീം മാലിക് ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.